നമ്മൾ ഓൾമോസ്റ്റ് 8 വർഷത്തെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ശരിക്കും നമ്മൾ കുറേ കാലം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കുറേ റീൽസ് തന്നെ അല്ലേ, നമ്മൾ ഒരുപാട് റീൽസ് ഇതിനു വേണ്ടി ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഒരു ലൈക്ക് ആ സ്റ്റേജിൽ കയറുമ്പോൾ ശരിക്കും എനിക്ക് ഗൂസ് ബംസ് തോന്നും കേട്ടോ. ഇവള് ബ്ലാങ്ക് ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി അതായത് എനിക്ക് അറിഞ്ഞില്ല എന്താ നടക്കണേന്ന്. ഐ വാസ് ലൈക്ക് എന്താ എൻ്റെ കല്യാണം. ഞാനിങ്ങനെ കയറിയപ്പോൾ അബി പിടിക്കും കൈ പിടിക്കും നമുക്ക് കയറാം. ഞങ്ങൾ കയറി. ഞാൻ അബിയെ മാത്രമേ നോക്കില്ല, ഞാൻ വേറെ ആരെയും നോക്കില്ല. ആളപ്പോഴേക്കും താലി എടുത്തൊന്നും ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈക്ക് എല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നാൽ നൈറ്റൊക്കെ താല് കെട്ടി പ്രാക്ടീസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷിവറിങ് ആണ്, കെട്ടാൻ കിട്ടുന്നില്ല. ആഫ്റ്റർ 8 years ഷീ ഈസ് ഒഫീഷ്യലി മാരീഡ്. ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പാരൻസായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ലൈക്ക് വി മെയ്ഡ് ഇറ്റ് അല്ലേ? യെസ്. ഉന്നെ ഇன்று பார்த்ததும் என்னை நானே கேட்கிறேன், வைரம் ஒன்றை கையில் வைத்து எங்கே தேடி அலைந்தாயோ. It was very much similar to our relationship. Yeah. And I was like praying to God that. Yeah, I remember looking this morning when they were getting married, like 5 a.m. people getting ready and going into mandir and getting married and all. It made us remember our days back in the days, like 6 years back when we got married. The main thing I want to focus is the effort they both put together to organize. And it's successful. And also in the recent time, like we had a bachelor party on Friday. And at that time, the way Abhi dealt with the things and Abhi calmed a move that was like very eye-opening for me. Even now, both are very tired on the stage. Yeah, but they're smiling. They're smiling. So that made me very happy, and I'm truly praying to God that they remain this happy like forever. And Rab ne bana di jodi kind of. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അവർ ശരിക്കും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ഡേ ആണ്. ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഇത്രയും പരിപാടി തന്നെ സെറ്റായത് തന്നെ. അതേപോലെ തന്നെ അഭിയേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഒരു സിസ് എന്ന് പറയുന്നതിൽ ശരിക്കും കുറ്റം പറയേണ്ട ഒരാളാണ്. പക്ഷേ ഞാൻ പറയും ആൾ അടിപൊളിയാണ്, എല്ലാ കാര്യത്തിലും അടിപൊളിയായിട്ട് കെയർ ചെയ്യും. ഐ തിങ്ക് രമ്യ ചേച്ചി ഈസ് ലക്കി. രമ്യ ചേച്ചി ലക്കിയാണെന്ന് മാത്രമല്ല, രമ്യ ചേച്ചിയുടെ ഫാമിലി ആയിക്കോട്ടെ, അഭിയേട്ടനെ പോലെ ഒരു മരുമകനെ കിട്ടാൻ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ അഭിയേട്ടനെ പോലെ ഒരു ബ്രദറിനെ കിട്ടി ഞങ്ങളും ഭയങ്കര ലക്കിയാണ്. അമ്മു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓൺ സിസ്റ്റർ പോലെയാണ്. ഓൺ പോലെയല്ല, ഓൺ സിസ്റ്റർ ആണ്. എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് ലൈക്ക് ഇത്രയും അടിപൊളി കപ്പിൾസ് വേറെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ. കുറേ തവണ അവരുടെ കൂടെ നിന്നതിൽ നിന്ന് മനസ്സിലായതാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ഒരു കപ്പിൾ തന്നെയാണ്. ഇന്ന് ആക്ച്വലി വെന്യൂവിൽ സംഭവിച്ച കാര്യം ശരിക്കും മാജിക്കലായിരുന്നു കേട്ടോ. ഓപ്പൺലി സെയിം ലൈക്ക് ഞാൻ ഇവളെ ആ ഒരു കോസ്റ്റ്യൂമിലും അതേപോലെ ആ ഒരു ഇതിൽ കാണും ഞാൻ ശരിക്കും പറഞ്ഞ ഇമോഷണലായി. ഇവളുടെ ഫേസും അവളുടെ എൻട്രിയും കാണുമ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഇമോഷണലായി. ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞുപോയി. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അബി അവിടെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് എന്നെ നോക്കുമ്പോൾ ഞാൻ ലൈക്ക് എൻ്റെ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ലൈക്ക് ഗുരുവായൂർ ഞങ്ങൾ താലിയിട്ട് കഴിഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇല്ല, എന്നെ അങ്ങോട്ടേക്ക് വിടുക. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ഈ 7 years ഇത്രയും എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഇത്രയും സ്ട്രഗിൾസിലും നമ്മൾ നിന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫാമിലിയുടെ മുന്നിൽ, കസിൻസിൻ്റെ മുന്നിൽ, ഫ്രണ്ട്സിൻ്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, എല്ലാവരും മുന്നിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കൈപ്പിടിച്ച് കയറിയൊക്കെ പോകുമ്പോൾ ഐ ഫീൽ ലൈക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇറ്റ് വാസ് മാജിക്കൽ. இத்தனை நாள் அவளை வந்து குழந்தையா தான்
பார்த்துட்டு சீரியஸாக அவள் எப்போ பார்த்தாலும் ஒரு சின்ன குழந்தையாக தான் எங்களுக்கு தோணும். இப்போ அவளுக்கும் மேரேஜ்னு சொல்லும் போது தான் அந்த மேரேஜ் ஆகிற வயசு ஆயிடுச்சுன்னே தெரிஞ்சது. இதுக்கப்புறம் அவள் அந்த லைஃப்பில் எனக்கு தெரிஞ்சு அங்கே எப்படி இருக்கணுமோ அவள் இருந்துப்பா. ஸோ என்ன சொல்கிறேன்னு தெரியல. வாழ்த்துக்கள் ரெண்டு பேர்த்துக்கும் ஹாப்பி மேரேஜ். എൻ്റെ കാണുന്നുണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ആ ഒരു ഡ്രസ്സിൽ അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള ഒരാൾ, നമ്മളുടെ കൂടെ കളിച്ച് ചിരിച്ച് വളർന്ന് നമ്മളുടെ കൂടെ ഒരുമിച്ച് പഠിച്ച ഒരാൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ശരിയല്ലേ? പിന്നെ അവൻ ഈ ഒരു സെറ്റപ്പ് ഇതെല്ലാം നമുക്ക് ആ ഒരു വേണ്ട എല്ലാം ഒരുക്കി തന്നു. അത് എന്താ പറയുക, നമുക്ക് അതൊരു കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്.